ഒരു കാര്യം ചോദിക്കാനുള്ളത്, എങ്ങനെയുണ്ടായി സാർ നമ്മുടെ എക്സ്പീരിയൻസ്? ബിക്കോസ് ഞാനിപ്പോൾ ആക്ച്വലി ഈ ഒരു എടുക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ഓൾമോസ്റ്റ് സെപ്റ്റംബറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇദ്ദേഹം വിഷ്ണു പിന്നെ രാജേഷ് ആൾ വന്നിരുന്നു. നെക്സോണിലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. നെക്സോണിൻ്റെ ഒരു എന്താ പറയുക, നമുക്ക് ടെസ്റ്റ് റൈഡ് ഫെസിലിറ്റിയെല്ലാം അറേഞ്ച് ചെയ്തത്. ആക്ച്വലി നെക്സോണിനെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. തിങ് ഈസ് നമ്മുടെ ബഡ്ജറ്റും പിന്നെ ഉള്ള നമ്മൾ ആദ്യമേ ടിയാഗോയിലേക്കാണ് ഓപ്റ്റ് ചെയ്തത്. പിന്നെ ടിയാഗോ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ടിയാഗോ ഇൻഫാക്ട് ഞാൻ ടെസ്റ്റ് റൈഡ് കിട്ടില്ല. പക്ഷേ അതെ അപ്പിയ അവിടെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയ ടെസ്റ്റ് ഉണ്ട്. അതല്ല, ഗോകുലത്തിന്റെ ടെസ്റ്റ് ഉണ്ട്. ഓക്കെ അപ്പോൾ ടിയാഗോ ഓക്കെ, നമുക്ക് വേറെ വണ്ടി ഓൾറെഡി ഉള്ള സ്ഥിതിക്ക് ടിയാഗോ മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ബ്രദറാണ് സജസ്റ്റ് ടിയാഗോ നീ മിഡ് റേഞ്ച് എടുക്കുന്നത് ലോ റേഞ്ച് എടുക്കുന്നത് ഇവരും ഹൈ റേഞ്ച് എടുക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ബഡ്ജറ്റ് നോക്കിയിട്ട് അതേ രണ്ടും സെയിം ഇതാണല്ലോ, പിന്നെ റേറ്റ് ഇതാണല്ലോ, നമുക്ക് പഞ്ചിൻ്റെ ബേസ് മോഡലിൽ കിട്ടും. അങ്ങനെ സ്വിച്ച് ചെയ്ത് പിന്നെ നമുക്ക് ഓക്കെ ഹാപ്പി. പഞ്ച് ടെസ്റ്റ് ചെയ്ത് എനിക്ക് ഇദ്ദേഹം വിഷ്ണു ആള് എന്താ പറയുക പഞ്ചുകൊണ്ട് ടെസ്റ്റ് ആയിക്കൊണ്ട് എൻ്റെ കമ്പനിയിൽ വന്നിരുന്നു. അകപ്പയിൽ വന്ന് അവിടെ 2-3 ഈ പറഞ്ഞ എൻ്റെ കലീഗ്സ് കണ്ടിട്ടുണ്ട്. അവരുടെ ഇതുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് പ്രത്യേകം കാണണം. അങ്ങനെ ഹാപ്പി. സാർ ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട്. കാരണം സാറിന് നമ്മുടെ EV സ്റ്റോറിൻ്റെ ഇതൊരു EV സ്റ്റോർ എന്ന് പറയുന്നത് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് സെൻ്റർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സെൻ്റർ എന്ന് പറയുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ഉചിതം. കാരണം ഇതൊരു ഷോറൂമായിട്ട് ഞങ്ങൾ ഷോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. സാറിന് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. ഇതെല്ലാം സാറിനുള്ള ഈ വോൾവ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്കുള്ള ഏരിയ. അപ്പോൾ ആ ടൈം എപ്പോൾ വേണമെങ്കിലും ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാം. ചാർജിങ് ടൈമിലാണെങ്കിലും എത്ര ടൈമിലാണെങ്കിലും നമ്മളുടെ എല്ലാ സപ്പോർട്ടും ഇനി അങ്ങോട്ട് ഉണ്ടാവും. സ്റ്റാർട്ടിംഗ് ആണിത് ആയിട്ട് നമുക്ക് കരുതാം. എന്ത് സർവീസിനാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് എനി ടൈം സാറിന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടൊരു ഞാൻ ടാറ്റയൊക്കെ വളരെയധികം ഞാൻ ബേസിക്കലി ഞാൻ ടാറ്റ സ്റ്റേറ്റിൽ 23 വർഷം സ്പെൻഡ് ചെയ്തതാണ്. എൻ്റെ ഫാമിലി കൈലാഷ് എന്ന് അഭിലാഷ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അവിടെ തന്നെ അവളെക്കാട്ട് ചെറുപ്പങ്ങളൊക്കെ വൈഫാണ്. ടാറ്റയായിട്ട് എനിക്ക് വളരെയധികം മാത്രമല്ല ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് ടാറ്റ ജോലിയിൽ. പിന്നെ അവിടെ നിന്ന് ഞാൻ EVS പോകുന്നു. ലക്കിലി അത് കഴിഞ്ഞിട്ട് എനിക്കിവിടെ വേറെ ജോലിയൊക്കെ കിട്ടി. പക്ഷേ എൻ്റെ മൗനം ഇതിൽ തന്നെ വോൾട്ടാസിൽ കാരണം അതേ കമ്പനിയിൽ തന്നെ കിട്ടി. ഇത് അവിടെ പ്രൊജക്ട് മാനേജറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാണ്. സോ ഐ എം വെരി ഹാപ്പി വിത്ത് ടാറ്റാസ് ഫാമിലി. ടാറ്റയിലേക്ക് വരുന്ന കൊല്ലാത്തൊരു നമ്മുടേതായിട്ടുള്ളൊരു അവിടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അവർ നല്ലൊരു കമ്മ്യൂണിറ്റി ഉള്ള ഇതാണ്. ഇപ്പോൾ അവിടെ കമ്മ്യൂണിറ്റി സെൻ്ററൊക്കെ അവിടെയുണ്ട്. ഹോസ്പിറ്റലാണെങ്കിൽ നല്ല ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ എല്ലാം ആൾക്കാരും ഞാൻ വളരെ സാറ്റിസ്ഫൈഡാണ്. പക്ഷേ ഞാൻ എനിക്ക് ആക്ച്വലി പഞ്ച് ചെയ്യാൻ പഞ്ച് വരാം. പക്ഷേ ഓൺ ഈസ് ഓട്ടോമൊബൈൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ പ്ലസ് ഓട്ടോമൊബൈൽ. സോ ഹി പ്രിപ്പയർഡ് this one. So then you go ahead and ഡിസിഷൻ തന്നെ പറയാം. കാരണം പഞ്ചാണെങ്കിൽ പ്യൂർലി EV പ്ലാറ്റ്ഫോമിൽ വരുന്നൊരു why is there a small EV? Why cannot be capital EV? അല്ലല്ല, അത് നമുക്ക് മറ്റുള്ള ബ്രാൻഡിൽ നിന്നും എല്ലാത്തിൽ നിന്നും എടുത്ത് ഒരു ഡിഫറെൻ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മഹേന്ദ്രയുടെ വരുന്നുണ്ട്, പക്ഷെ അവർ .EV എന്ന് കൊടുക്കുന്നില്ല. നമ്മളൊരു സ്പെസിഫിക് ആയിട്ട് എക്സ്ക്ലൂസീവ്ലി EV സ്റ്റോർ. ഇപ്പൊ ഇത് കാണുമ്പോൾ തന്നെ ഒരു വ്യത്യാസം തോന്നുന്നില്ലേ? അതാണ് സംഭവം. നോർമൽ ഒരു ഷോറൂമിൽ പോയ ഈ ഒരു എക്സ്പീരിയൻസ് അതിന് കിട്ടില്ല. അപ്പൊ നമ്മൾ EV എന്ന് പറയുന്നത് ഗോഗ്രി സസ്റ്റൈനബിലിറ്റി അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് ക്രിസ്മസ് ട്രീയിൽ പോലും ശരിക്കും നമ്മൾ വെക്കാൻ പാടില്ല. എന്നാലും ഞങ്ങൾ വെച്ചിട്ടുള്ള ക്രിസ്മസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോറ് എല്ലാത്തിനും ഭയങ്കര വ്യത്യസ്തമായിട്ട് ടാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഏറ്റവും ലേറ്റസ്റ്റ് ഇന്നോവേഷൻ എന്ന് പറയുന്നത് EV സ്റ്റോറാണ്.
ഓക്കെ ആദ്യം നമ്മൾ കേരളത്തിൽ ഫസ്റ്റ് ഓണാണ്. ഇപ്പോൾ നമുക്ക് നിലവിൽ എല്ലാവരും അപ്പോൾ ഇവിടെ നിന്ന് ഡെലിവറി എടുക്കുന്നത് ഇവിടെ നിന്ന് കസ്റ്റമേഴ്സിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. എക്സ്പീരിയൻസ് അതെ അതെ നമുക്കിവിടെ EV മാത്രമേ സെയിൽ ചെയ്യാം. ഇവിടെ EV മാത്രമേ നമുക്ക് സെയിൽ EV എന്ന് പറയുന്ന ഒരു വെഹിക്കിൾ കൊണ്ട് ഡെലിവറി ചെയ്യാം. കൊടുക്കാൻ ആ രീതിയിലാണ് നമ്മൾ ഇവിടുത്തെ എല്ലാ പ്ലാൻസും ആ രീതിയിലാണ് പെരുമ്പാവൂർ എക്സ്ക്ലൂസീവ് ഷോറൂം അല്ല, അവർ PV ചെയ്യുന്നുണ്ട്. ഗോകുലത്തിൻ്റെ EV സ്റ്റോർ ഇതാണ്, പക്ഷെ അവർക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പെരുമ്പാവൂരിനുള്ള ഡെലിവറി 12 മണിക്ക് ഇവിടെ വരുന്നുണ്ട്. ആ ഡെലിവറി ഞങ്ങൾ ഇവിടെയാണ്. നമുക്കപ്പോൾ ഇതിനും സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഫാമിലി Okay, first of all, ശ്രീകോലും സീമ ചിറ്റിമയ്ക്കും വിഷ്ണുവിനും എസ്പെഷ്യലി താങ്ക് യു സോ മച്ച്. നമുക്കിങ്ങനെ ഒരു എന്താ പറയുക ഇത്രയും ഒരു ആംബിയൻസും സംഭവങ്ങളും എല്ലാം ഉണ്ടാക്കി തന്നെ. ഓക്കെ ഡൊണേഷൻ പ്ലീസ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോളാണ് കേട്ടോ. ഈ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ ഫിനാൻസ് സ്പോൺസർ ചെയ്യുന്ന അച്ഛനാണ്. അച്ഛൻ 9 ലക്ഷം രൂപ കിട്ടും, ഞാൻ 1.5 ലക്ഷം രൂപ കിട്ടും. കണ്ണാ വാടാ 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 എന്ത് ചെയ്തെന്ന് മീശോ Yeah.